ഇസ്രായേൽ ബന്ദികളെ വിട്ടു നൽകാൻ തയ്യാറാകാത്ത ഹമാസിനെ മുച്ചൂട് മുടിപ്പിക്കാൻ ഒരുമ്പിട്ടിറങ്ങി ഇസ്രായേൽ. ഹമാസ് നേതൃനിരയിലെ കൂടുതൽ നേതാക്കളെ ഇപ്പോൾ വധിക്കുകയാണ് ഇസ്രായേൽ. ഗാസയിലെ നസീർ ആശുപത്രി തകർത്ത് ഹമാസ് നേതാവ് ഇസ്മയിൽ ബർഹൂമിനെ വധിച്ചു. ഹമാസ് ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം സലാഹ് അൽ ബർദാവിന്റെ വധത്തിന് പിന്നാലെയാണ് ഇസ്മയിലിന്റെ വധവും. ഹമാസ് തീവ്രവാദികളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഖാൻ യൂനീസിലെ നസീർ ആശുപത്രിയിലെ സർജിക്കൽ വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് നേരെയായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇസ്മായിൽ ബർഖൂം ആശുപത്രിയിൽ ചികിത്സ തേടുന്നുണ്ടെന്ന് അറിഞ്ഞതിന് പിന്നാലെയായിരുന്നു ഇസ്രായേലിന്റെ ഞെട്ടിക്കുന്ന ആക്രമണം. ഇന്നലെ തെക്കൻ ഗാസയിലുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം സലാഹ് അൽ ബർദാവിൽ കൊല്ലപ്പെട്ടിരുന്നു. കൂടാതെ നസീർ ആശുപത്രിയിലുണ്ടായ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ഖാൻ യൂനിസിലെ ആശുപത്രിയുടെ സർജിക്കൽ കെട്ടിടത്തിലെ തീപിടുത്തത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായി ഗാസ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രഹസ്യാന്വേഷണ വിവരങ്ങളെ തുടർന്നാണ് ആക്രമണം നടത്തിയതെന്നും സ്ഥലത്ത് നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്നതിന് കൃത്യമായ ആയുധങ്ങൾ ഉപയോഗിച്ചതായും ഇസ്രായേൽ സൈന്യം പറയുന്നു. കൊല്ലപ്പെട്ടത് ഹമാസ് നേതാവ് ഇസ്മയിൽ ബർഖൂമാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ചൊവ്വാഴ്ചയാണ് ഒരിടവേളയ്ക്ക് ശേഷം ഇസ്രായേൽ വീണ്ടും ആക്രമണം തുടങ്ങിയത്. ഗാസ സിറ്റി അടക്കമുള്ള വടക്കൻ ഗാസയിൽ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുകയാണെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുമുണ്ട്. പാലസ്തീനികളോട് വടക്കൻ ഗാസ വിട്ടുപോകാൻ അറിയിച്ചിട്ടില്ലെന്നും എന്നാൽ പുറത്തുനിന്ന് അങ്ങോട്ടിനി ആരെയും കടത്തിവിടില്ലെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഖാൻ യൂനീസിലെ അൽമവാസി മേഖലയിലെ ടെന്റിന് നേരെയുണ്ടായ ആക്രമണത്തിലാണ് ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗമായ സലാഹ് കൊല്ലപ്പെട്ടത്. ഭാര്യയോടൊപ്പം പ്രാർത്ഥിക്കുന്നതിനിടയിലാണ് ആക്രമണമെന്ന് ഹമാസ് പറയുന്നു. അതേസമയം ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. സലാഹിന്റെയും ഭാര്യ അടക്കമുള്ളവരുടെ രക്തസാക്ഷികളുടെയും രക്തം വിമോചനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഇന്ധനമാകുമെന്നും ശത്രുവിന് നമ്മുടെ നിശ്ചയദാർഢ്യത്തെ തകർക്കാനാകില്ലെന്നും ഹമാസ് അറിയിച്ചു. അതേസമയം കഴിഞ്ഞ ദിവസം തെക്കൻ ഗാസയിലെ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ സൈനിക ഇന്റലിജൻസ് തലവനായ ഒസാമ തബാഷിനെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ സേന അവകാശപ്പെട്ടിരുന്നു. ഹമാസിന്റെ നിരീക്ഷണ ദൗത്യ യൂണിറ്റിന്റെ തലവൻ കൂടിയായിരുന്നു ഈ തബാഷ്. 2023 ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിൽ ഇസ്രായേലിലേക്കുള്ള നുഴഞ്ഞുകയറ്റം ആസൂത്രണം ചെയ്യുന്നതിലും ഏകോപിപ്പിക്കുന്നതിലും നിർണായക പങ്ക് വഹിച്ച വ്യക്തി കൂടിയാണ് ഈ തബാഷ്. ഇതിന് പിന്നാലെയാണ് മറ്റൊരു നേതാവിനെയും ഇപ്പോൾ വകവരുത്തിയിരിക്കുന്നത്. ഇത് തീർച്ചയായും ഹമാസിന് നൽകുക വലിയൊരു തിരിച്ചടിയായിരിക്കും. ശനിയാഴ്ച പുലർച്ചെ മുതൽ വിവിധ പ്രദേശങ്ങളിലായി ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 32 പാലസ്തീനികൾ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. റഫ നഗരത്തിലെ താൽ അൽ സുൽത്താൻ പരിസരത്ത് ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ 5 പേർ മരിച്ചതായി റിപ്പോർട്ടുണ്ട്. വടക്കൻ ഗാസയിലെ ബെയ്ത് ലാഹിൽ 3 പാലസ്തീനികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കൊല്ലപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും മൃതദേഹങ്ങൾ ഗാസ മുനമ്പിന്റെ വടക്കൻ ഭാഗത്തുള്ള ഇന്തോനേഷ്യൻ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനി എന്തായാലും ഇസ്രായേൽ പറയുന്നതനുസരിക്കാൻ ഹമാസ് തയ്യാറായില്ലെങ്കിൽ ഹമാസിന്റെ മുച്ചൂടും നശിപ്പിച്ചിട്ടേ ഇസ്രായേൽ അടങ്ങുകയുള്ളൂ.